എല്ലാത്തിനുമുണ്ട് ബറക്കത്ത്. സമയത്തിൽ ബറക്കത്ത്, അതേപോലെ സന്താനങ്ങളിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, വീട്ടിൽ ബറക്കത്ത്, എല്ലാത്തിനും അല്ലാഹു തആല ഖൈറുകൾ നൽകാം. ഭക്ഷണത്തിൽ ബറക്കത്തൊക്കെ ഉണ്ട്, എല്ലാത്തിനും ചില ബറക്കത്തുകളുണ്ട്. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അത് ബറക്കത്തിനുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടും എന്തോ പറയുക വിശപ്പ് മാറുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഛിന്ന ഭിന്നമായിട്ട് കഴിക്കുന്നുണ്ടാവാം, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുടുംബത്തിൽ ഒന്നിച്ചെല്ലാം കൂടെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, അത് ബറക്കത്തിലുള്ള വഴിയായി പഠിപ്പിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെ സിയാദത്തുൽ ഖൈർ, ഖൈറിൻ്റെ വർധനവ്, അതാണ് ബറക്കത്ത്. അപ്പോൾ ഖൈർ നൽകുന്നവൻ അല്ലാഹ്, അതുകൊണ്ട് ഖൈറിൻ്റെ വർധനവ് നൽകുന്നവനും അല്ലാഹു തആല തന്നെ. ബറക്കത്തിൻ്റെ ഉടമ അല്ലാഹുവാണ്. അതിനാൽ ബറക്കത്ത് ചോദിക്കേണ്ടത് അല്ലാഹുവിന്. അത് അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേന്ന്. അല്ലാതെ അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് എന്നല്ല, മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമെന്നല്ല. അപ്പം ഇബ്രാഹിം നബിക്ക് ബറക്കത്ത് ചൊരിഞ്ഞു ഉറപ്പാണല്ലോ. കമാ ബാറക്ത അലാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് നീ ബറക്കത്ത് ചെയ്തതുപോലെ, അപ്പം ഇബ്രാഹിം നബിക്ക് ബറക്കത്ത് ചെയ്തു എന്ന് ഉറപ്പാണ്. എങ്കിൽ എന്നിട്ട് പോലും അല്ലാഹുവേ ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ എന്നല്ല പറഞ്ഞത്. അപ്പം നൽകുന്നവൻ അല്ലാഹയാണ്. നൽകിയോ ഇല്ലേ എന്ന് നമുക്കറിയാൻ നിർവാഹമില്ല. ഒരു സംഗതിയിൽ ബറക്കത്ത് കൊടുത്തു എന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അതിൽ ബറക്കത്തുണ്ട് പറയാൻ കഴിയില്ല. നീ കൊടുത്താൽ ആ എന്ത് ബറക്കത്താണ് നമുക്കറിയില്ല, അല്ലാഹു റസൂൽ പഠിപ്പിച്ചെങ്കിൽ പറയാം. ഒന്നിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ട് അറിഞ്ഞു, നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ഇല്ലേ? ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതൊന്നും നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. അല്ലാഹു തആല നിശ്ചയിച്ചു തരണം. അതാണ് ഓരോന്നിനുമുള്ളത്. ഓരോന്നിനുമുള്ള ബറക്കത്ത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് അല്ലാഹു റസൂല് പഠിപ്പിച്ചെങ്കിൽ നമുക്ക് ആ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ ബറക്കത്തുണ്ടെന്ന് കരുതിയിട്ട് അതൊന്നാകെ തിന്നാനോ അല്ലെങ്കിൽ കലക്കി കുടിക്കാനോ ശരീരത്തിൽ കെട്ടാനോ ഒന്നുമുള്ള വകുപ്പായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പം സംസം വെള്ളം ബറക്കത്താണ്. ഹദീസ് വന്നു മാ ഉ സംസം ലിമാ ശുരിബല, എന്തിനു വേണ്ടി കുടിക്കപ്പെട്ടുവോ അതിന് പര്യാപ്തമാണ് സംസം. അതേപോലെ ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തുള്ള വെള്ളത്തിൽ ഏറ്റവും ഖൈറായ വെള്ളമാണ് സംസം. അപ്പം മറ്റു വെള്ളത്തിൽ കുറേ ഖൈറുണ്ട്, എന്നാൽ ആ വെള്ളത്തിലൊന്നും ഇല്ലാത്ത കുറേ ഖൈറ് ഈ വെള്ളത്തിൽ അല്ലാഹു നിശ്ചയിച്ചു. അതാണ് സംസം വെള്ളം ബറക്കത്ത്. കാരണം മഴവെള്ളം ബറക്കത്താണ്, ഖുർആനിലുണ്ട്. വഅൻസൽനാ മിനസ് സമാഇ മാഅം മുബാറക, ആകാശത്തിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു മാഅം മുബാറക, മുബാറക്കായ വെള്ളം. മുബാറക്ക എന്നാൽ ബറക്കത്ത് ചൊരിയപ്പെട്ട അനുഗ്രഹീതമായ വെള്ളം ആകാശത്തിൽ നാം ഇറക്കിയിരിക്കുന്നു. മഴവെള്ളം ബറക്കത്താണ്, സംസം വെള്ളം ബറക്കത്താണ്. അതിനർത്ഥം സംസം വെള്ളവും മഴവെള്ളവും ഒരുപോലെയാണെന്നല്ല. അങ്ങനെയാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത്. മഴവെള്ളം ബറക്കത്തല്ലേ, സംസം ബറക്കത്ത്, അപ്പം മഴവെള്ളം പോലെ തന്നെ വേറൊന്നുമില്ല എന്നല്ല. മഴവെള്ളത്തിൽ അല്ലാഹു ചില ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മഴവെള്ളമല്ലാത്ത വെള്ളമാകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉറവായി പൊട്ടുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഇല്ലാത്ത ചില ഖൈറുകൾ മഴവെള്ളത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ മഴ പെയ്യുമ്പോൾ നബിതങ്ങൾ മഴ കൊള്ളുമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായി മഴ പെയ്യുമ്പോൾ നബി മഴ കൊള്ളും. ഹദീസു അഹ്ദിൻ ബിർ റബ്ബ്, അള്ളാഹുമായി കാലമെടുത്തതാണ്, അഥവാ ആകാശത്ത് നിന്ന് വന്നിട്ടേ ഉള്ളൂ എന്നർത്ഥം. ആകാശം വിട്ട് പോന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ ആ മഴ കൊള്ളുമായിരുന്നു എന്ന് കാണും. നമുക്കാണ് ബേജാറ് മഴ ഉണ്ടാകും ജലദോഷം ഉണ്ടാവുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ മഴ കൊള്ളാൻ ചെയ്തുകൊണ്ടാണ്. എല്ലാ മഴയും കൊള്ളാൻ തീരുമാനിച്ചാൽ ജലദോഷം ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ മഴ കാണുമ്പോഴേക്ക് ജലദോഷം പേടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ മഴവെള്ളത്തിൽ ബറക്കത്തുണ്ട്, അഥവാ സിയാദത്തുൽ ഖൈറുണ്ട്. അല്ലാത്ത വെള്ളത്തിൽ ഇല്ലാത്ത ഖൈറുകൾ മഴവെള്ളത്തിലുണ്ട്. അതിലുമില്ലാത്ത ഖൈറുകൾ സംസമിലുണ്ട്. അതെന്താണ്? ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തെ വെള്ളത്തിൽ ഏറ്റവും ഖൈറായ വെള്ളം. കണ്ടോ, സിയാദത്തുൽ ഖൈർ, അതാ ബർക്കത്ത്. സിയാദത്തുൽ ഖൈർ, ഖൈറു മാഇൻ, ഏറ്റവും ഖൈറായ വെള്ളമാണ് അലാ വജ്ഹിൽ അർദ്. അപ്പം അത് മഴവെള്ളത്തിലുണ്ടോ? ഇല്ല, അത് മറ്റൊന്നിനുമില്ല. ലിമാ ശുരിബല, എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണ്. രോഗം മാറാൻ കുടിച്ചാൽ അത് പറ്റും, വിഷമം മാറാൻ കുടിച്ചാൽ അതിന് പറ്റും. അള്ളാഹു നിശ്ചയിച്ച ബറക്കത്ത്, അള്ളാഹു നിശ്ചയിച്ച ഖൈറ് അങ്ങനെയാണ്. അതെങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും പറ്റുക? അത് നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്ന സംഗതിയല്ല. അള്ളാഹു തആല അതിന് അത്ര ഖൈർ നിശ്ചയിച്ചിട്ടുണ്ട്. സംസം കുടിച്ച് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്.